What's up guys, it's me Rohith Donald and welcome back to another vlog guys. So guys, this video എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ RC200 ബാക്കിൽ റേസിംഗ് സീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അത് മാത്രമല്ല, ഇവിടെ നിങ്ങൾ ഈ ബോഡി പാർട്സ് ഒക്കെ നോക്കിയേ, ഇത് കണ്ട, ഇത് നമ്മുടെ ഒരു V2 നമ്മുടെ R1ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണാൻ പറ്റും. ഒരു NSന്റെ ബോഡി ഇതാ പെയിന്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. കീട്ടിലും ഒരുപാട് പ്രോജക്ട്സ് കണ്ട, ഇവിടെ വേറെ ഒരുപാട് സംഭവങ്ങൾ പാനൽസ് ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കീട്ടിലും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ആക്കിയിട്ട് വെക്കുക. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഓണറിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഒരു RC200 BS3 ആണ് ഈ വണ്ടി. ഇവരുടെ പേരെങ്ങനെ? താരിഖ്. സോ പുള്ളിയുടെ വണ്ടിയാണ്. സോ ഇതിനകത്ത് മെയിൻലി എന്തൊക്കെയാണ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ടാം KTMന്റെ പവർ പാർട്ട് വൈസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ സംഭവമല്ല, ഫസ്റ്റ് കോപ്പി സംഭവമാണ്. ഓൾമോസ്റ്റ് ഒരു 3500 രൂപയായിട്ടുണ്ടല്ലേ ബ്രോ? 3500 രൂപയാണ് ഈ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്തതിന്. ഫിറ്റിംഗ് ഉൾപ്പെടെ അല്ലേ ആയത്? ഫിറ്റിംഗ് ഉൾപ്പെടെയാണ് ആയത്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുന്ന് സ്റ്റിക്കറും സംഭവങ്ങളെല്ലാം പുള്ളി മാറ്റിയിട്ടുണ്ട്. ബ്രോയുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവം ഇതാണ് നമ്മുടെ റേസിംഗ് സീറ്റ് എന്ന് പറയുന്നത്. ആ ഒരു പെയിൻറ്റ് പെർഫെക്ഷനും ഫിനിഷൊക്കെ നിങ്ങൾ നോക്കി. ഈ ഒരു പെയിൻറ്റിന് മറ്റേ വാറണ്ടി ഇല്ലേ ബ്രോ? ഈ ഒരു പെയിൻറ്റിന് എത്ര? 2 വർഷം 3 വർഷം 2 വർഷം ഈ ഒരു പെയിൻറ്റിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൂടെ, അതായത് കളർ ഫെയ്ഡിങ്ങും സംഭവങ്ങളൊന്നും ഈ ഒരു പെയിൻറ്റിന് വരുത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഫുള്ളി, അതായത് ഫിറ്റിംഗ് ചാർജ് ഉൾപ്പെടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് 4500 അല്ലേ ബ്രോ? 4500 അയക്കുന്നത്. പിന്നെ താഴെ ആ ഒരു ടൈലൈറ്റ് സെക്ഷനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു കൊടുത്തു. ടൈലൈറ്റ് സെക്ഷനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാകും. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഫിനിഷിംഗ് ഒക്കെ നിങ്ങൾ കണ്ടേ, നോക്കി കിടിലുമായി. ജസ്റ്റ് വണ്ടി നേരെയാക്കി വിടും കേട്ടോ. ഇപ്പം വണ്ടി കിടില പക്ക ഒരു സ്പോർട്ടി ലുക്കിലേക്ക് പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിക്കറിങ് ഒക്കെ മാറ്റിയിട്ട് പിന്നെ ജസ്റ്റ് റിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ആ റിംഗ് ലൈറ്റ് ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഓണാക്കി വിടും. നമ്മുടെ റിംഗ് ലൈറ്റ് ഉണ്ട്, ആ റിംഗ് ലൈറ്റിൽ ഒരു ഫ്ലിക്കറിങ് എഫക്റ്റ് ഒക്കെ ആയിട്ടാണ് പുള്ളി ആ ഒരു സംഭവം അവർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. കണ്ടോ, അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സെക്ഷനിലായിട്ട്. ഒരു മോഡേ ഉള്ളൂ, അതോ ഒരു മോഡേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് അത് ഓപ്പൺ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ. കണ്ടോ, അത് ഓണും ചെയ്യാം. പിന്നെ വേറൊരു കിടിലൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് അതിൻ്റെ പേര് ഒരു എന്ത് പറയുന്ന ഒരു സൂപ്പർ ഒരു കിടിലൊരു സംഭവമായി. പിന്നെ ബാക്ക് എന്ന് പറഞ്ഞാൽ വീൽസൊക്കെ എന്ന് പറഞ്ഞാൽ ചുവപ്പ് കളറിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ അതൊന്നും ഇപ്പോൾ റീപെയിൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പോളിഷ് ചെയ്ത് വിട്ടേ ഉള്ളൂ. നമ്മുടെ ഈ സ്വിച്ച് മൊഡ്യൂൾസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഈ സംഭവം മാറ്റം വന്നപ്പോൾ തന്നെ അതെല്ലാം അവർ കിഡിലായിട്ട് മാറ്റി പുതിയ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് വേണ്ട കിഡിലുമായിട്ടുണ്ട്. പിന്നെ അടുത്ത് ഇനിയിപ്പോൾ പുള്ളി ഞാൻ വിട്ടിട്ട് അടുത്ത് വേറെ കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നെങ്കിൽ ഇപ്പോൾ കേസ്. അപ്പോൾ നമുക്കിവിടെ വേറൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു പണ്ട്, അത് പഴയ എപ്പിസോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എപ്പിസോഡിനകത്ത് നമ്മളൊരു BS3 ഡ്യൂക്ക് 200ന്റെ ബാക്ക് സെക്ഷൻ നമ്മളത് ഒരു ബ്രേക്ക് ലൈറ്റ് സെക്ഷനോ എല്ലാം അതിനകത്തോട്ട് ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ച ആദ്യം, പിന്നെ വിചാരിച്ച് വേണ്ടത്, കാരണം ഓൾറെഡി പുറത്ത് നിൽക്കുകയാണ്, ഇപ്പോൾ ഭയങ്കര ഡാർക്കായി. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടെയിൽ ടൈഡിയും ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഒക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഫൈനൽ ആ ഒരു വണ്ടിയുടെ ഔട്ട്പുട്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു 3-4 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഒരു വണ്ടി കാണാം. പിന്നെ നമ്മുടെ ഒരു R15ന്റെ V2 R1 ആക്കി ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒരു NSനകത്ത് കിടിലോട്ട് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് പ്രോജക്ട്സ് ഇവിടെ നിന്ന് വരാൻ പോകുന്നുണ്ട്. നമ്മുടെ റേസ് മോട്ടോ കോൺസെപ്റ്റ്സ് തന്നെയാണ് ഇത്. ഈ ഒരു വണ്ടി ഇവിടെ തന്നെയാണ് ചെയ്തത്. ഈ വണ്ടിക്കകത്തൊക്കെ ഇപ്പോൾ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരും ഗൈസ്. ഇതിപ്പോൾ ജസ്റ്റ് പെയിന്റ് അടിച്ച് കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, സോ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് കിടിലൻ വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത കിടിലൊരു വീഡിയോ കാണുന്നത് ബൈ. പിന്നെ ഈ റേസ് മോട്ടോ കോൺസെപ്റ്റിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ താഴെ കാണും. സോ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട്. ഓക്കെ, സോ അടുത്ത കിടിലൊരു വീഡിയോ കാണുന്നത് ബൈ.